വീണ്ടും സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നിന്നും 4-ാമത്തെ എപ്പിസോഡ് സംസാരിക്കുവാനായി ദൈവകൃപയിൽ ശരണപ്പെടുന്നു. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ കർത്താവായ യേശുക്രിസ്തു എന്നാണ് അവിടെ വായിച്ചു തുടങ്ങുന്നത്. കർത്താവായ യേശുക്രിസ്തു ലോകൈക രക്ഷകനായി ഈ ഭൂമിയിൽ അവതരിച്ചു. ഭൂമിയുടെ മധ്യഭാഗമാകുന്ന യെരുശലേമിൽ, ദൈവത്തിന്റെ പാദപീഠമാകുന്ന യെരുശലേമിൽ ആ രക്ഷകൻ വെളിപ്പെട്ടു. തനിക്ക് സ്വന്തം ജനമായ ഇസ്രായേൽ ജനം സമ്മാനിച്ചത് മുൾക്കിരീടമായിരുന്നു. മുള്ള് ശാപത്തിന്റെ ഫലമായി ഭൂമിയിൽ നിന്നും മുളച്ചു വന്നതാണ്. ആദാം ദൈവ വ്യവസ്ഥയെ ലംഘിച്ചപ്പോൾ ആദാമിന് നൽകിയതായ ദൈവികമായ തേജസ്സും അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ടപ്പോൾ ജന്തുജാലങ്ങളും പക്ഷിമൃഗാദികളും ഒക്കെയും കാർഷിക ഉൽപ്പന്നങ്ങളും ഒക്കെയും ഫലവൃക്ഷങ്ങളും ഒക്കെയും ശാപത്തിന് കീഴിലായി എന്നതാണ് സത്യം. അതിനുശേഷം ഉളവായതാണ് മുൾച്ചെടികളും മുൾവൃക്ഷങ്ങളും എന്നും പൊതുവെ കരുതപ്പെടുന്നു. ഇസ്രയേലിൽ 200-ലധികം മുൾ വൃക്ഷങ്ങളും ബുഷ് ചെടികൾ, തൊട്ടാവാടി പോലുള്ളതായ സാധാരണ മുൾച്ചെടികൾ ഇതൊക്കെയുണ്ട്. പക്ഷെ എങ്കിലും ഒരു കാര്യം, തൊട്ടാവാടിയും കർത്താവ് യേശുക്രിസ്തുവിന്റെ തലയിൽ തറയ്ക്കുവാനായി ഉപയോഗിച്ചതായ ഈ മുൾക്കീട ഏത് വൃക്ഷത്തിലെടുത്തോ ആ വൃക്ഷങ്ങളൊക്കെ തന്നെ വലിയ ഗുണനിലവാരം ഉള്ളതാകുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. മുൾക്കിരീടധാരിയായ കർത്താവ് പൊൻകിരീടധാരിയായി രാജാക്കന്മാരുടെ രാജാവ് എന്നുള്ള അർത്ഥത്തിൽ രാജാതിരാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ രാജാതിരാജാവായി ഈ ഭൂമിയുടെ മധ്യഭാഗത്ത് വെളിപ്പെടും. കർത്താവും തന്റെ വിശുദ്ധന്മാരുമായി ഒരുമിച്ച് ഈ ഭൂമിയിൽ ഭരണം നടത്തും. യേശുവിനെ അറസ്റ്റ് ചെയ്ത ഗെത്സമന തോട്ടത്തിൽ ധാരാളം മുൾവൃക്ഷങ്ങളുണ്ട്. അത് കനം കുറഞ്ഞ വള്ളി പോലെ വളരുകയും അത് മരമായി വളരുവാൻ അനുവദിച്ചാൽ വലിയ വൃക്ഷങ്ങളായി തീരുകയും ചെയ്യും. അതിൻ്റെ ഓരോ ശിഖരങ്ങളും ഇതുപോലെ ചെറിയ തണ്ടുകളായിട്ടാണ് വരുന്നത്. ഗെത്സമന തോട്ടത്തിൽ ഒരു പ്രാവശ്യം സന്ദർശിക്കാൻ പോയപ്പോൾ ആ മുൾവൃക്ഷത്തിന്റെ ചെറിയ ശാഖകൾ ഒടിച്ചു കൊണ്ടുവന്ന് നാട്ടിൽ വന്നതിന് ശേഷം അവയെ വളച്ച് മുൾക്കിരീടമാക്കി എടുത്തതാണത്. ഇത് ശാപത്തിന് പ്രതീകമാണ്. യേശു രാജാതിരാജാവായി വാഴുമ്പോൾ ഭൂമിയിലെ ശാപമെല്ലാം മാറിപ്പോകും. ഈ മുൾ വൃക്ഷങ്ങളും ഇല്ലാതെയായി തീരുമെന്നാണ് വിശ്വാസയോഗ്യമായ കാര്യം. യുദ്ധത്തെ നിർത്തൽ ചെയ്ത് ഭൂമിയെ സമാധാനപരമായ നിലയിൽ ഒരു ദൈവരാജ്യം സ്ഥാപിച്ച് മുന്നേറുവാൻ വേണ്ടി കർത്താവിന്റെ വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയാണ്. ആ പ്രത്യക്ഷതയോടുള്ള ബന്ധത്തിൽ ഈ വായിച്ച വാക്യത്തിന് സപ്പോർട്ട് ചെയ്ത് ബൈബിൾ പറയുന്ന ചില വേദഭാഗങ്ങളോട് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു. 1 തെസ്സലോനിക്കർ 3:13 വാക്യം, നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് കർത്താവായ യേശു ഇസ്രായേലിന്റെ രക്ഷകൻ എന്നുള്ള നിലയിൽ പ്രധാന ദൂതനായ മീഖായേലിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ 2 തെസ്സലോനിക്കർ 1:6 വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ അഗ്നിജ്വാലയിൽ പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഈ പ്രത്യക്ഷത അഗ്നിജ്വാലയിൽ പ്രത്യക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഒരു ന്യായാധിപനായി, ഒരു ജഡ്ജിയായി, രാജാതിരാജാവായിട്ടാണ് കർത്താവ് വരുന്നത്. അവനോടൊപ്പം ദൈവദൂത തുല്യരായി തീർന്ന വിശുദ്ധന്മാരും ഒപ്പം വരുന്നുണ്ട്. അതാണ് ആ വാക്യം. യൂദയുടെ പുസ്തകം 15-ാം വാക്യത്തിൽ 1000 വിശുദ്ധന്മാരുമായി വരുന്നുവെന്ന് അവിടെ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1:7 വാക്യം ആദ്യം പറഞ്ഞ വാക്യം, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും,
നീതി സൂര്യനായി കർത്താവ് മഹത്വത്തോടുകൂടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷതയാണ്. മത്തായി സുവിശേഷം 25-ാം അധ്യായം 31-ാം വാക്യം, കർത്താവ് യേശുവിനെ മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടുകൂടി സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ തേജസ്സിന്റെ സിംഹാസനത്തിലിരിക്കുമെന്ന് അവിടെ ഒരു വാക്യം വായിക്കുന്നു. അതായത് കർത്താവ് തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ട് സ്വർഗീയന്മാരായി തീർന്ന, ദൈവിക തേജസ് പ്രാപിച്ച, സ്വർഗദൂത തുല്യരായി തീർന്ന, രാജകുമാരന്മാരായി തീർന്ന, സ്വർഗീയ പൗരത്വം ലഭിച്ച സകല വിശുദ്ധന്മാരും കർത്താവുമായി ഒരുമിച്ച് വരുന്ന വരമാണ് സകല വിശുദ്ധ ദൂതന്മാരുമായി വരുന്ന പ്രത്യക്ഷത എന്ന് പറഞ്ഞു. ദൂതന്മാരെന്ന് പറയുമ്പോൾ സ്വർഗീയ സൈന്യമായിരിക്കുന്ന ദൂതന്മാരുടെ ഒരു ഭാഗം അതിനകത്തുണ്ടായിരിക്കും. അത് ഇസ്രയേലിന്റെ സൂക്ഷിപ്പുകാരനും സംരക്ഷകനും ഇസ്രയേലിന്റെ മഹാപ്രഭുവുമായി ബൈബിൾ പറഞ്ഞിരിക്കുന്ന മീഖായേലും സംഘവും ഉണ്ടായിരിക്കും. അതിനപ്പുറമായി കോടാനുകോടി വിശുദ്ധന്മാർ, ദൂതതുല്യരായി തീർന്ന വിശുദ്ധന്മാർ, തേജസ്സോടുകൂടെ ശക്തന്മാരായി ഭൂമിയെ ഭരിക്കുവാൻ യേശുവിനോടൊപ്പം വരുന്ന വരവാണ്. അതാണ് 25-ാം അധ്യായം 31-ാം വാക്യത്തിലൂടെ വായിച്ചത്. തന്റെ തേജസ്സോടുകൂടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുന്ന പ്രത്യക്ഷത എന്ന് നമ്മൾ അവിടെ വായിച്ചത്. അങ്ങനെ വരുന്ന വരവെങ്കിൽ യെരൂശലേമിലേക്ക് വരുമെന്നും അവയെക്കുറിച്ച് യിരെമ്യാ പ്രവചനം 3-17 വാക്യത്തിൽ വായിക്കുന്നു. ആ കാലത്ത് യെരൂശലേമിന് യഹോവയുടെ സിംഹാസനം എന്ന് പേരാകും. കർത്താവായ യേശു ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കാനായി വരുമ്പോൾ ഭൂമിയുടെ മധ്യഭാഗമാകുന്ന ദാവീദിന്റെ സിംഹാസനം സ്ഥാപിച്ച് വാണരുളിയ ആ സിംഹാസനം അവിടെയുണ്ട്. ദാവീദിന്റെ കിരീടം അവിടെയുണ്ട്. ദാവീദിന്റെ പേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രമായ മശിയ, ഇസ്രയേലിന്റെ മശിയായി പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ യെരൂശലേമിൽ യഹോവയുടെ സിംഹാസനത്തിൽ ഇരിക്കും. മത്തായി സുവിശേഷം 5-35 വാക്യത്തിൽ സ്വർഗം ദൈവത്തിന്റെ സിംഹാസനം, ഭൂമി അവന്റെ പാദപീഠം എന്ന് വായിക്കുന്നു. പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യവും അപ്പോൾ തന്നെ ഭൂമിയുടെ മധ്യഭാഗമാകുന്ന യെരൂശലേമിൽ ദൈവത്തിന്റെ സാന്നിധ്യമാകുന്ന പാദപീഠം ഉണ്ടായിരിക്കും. അത് മഹാരാജാവിന്റെ നഗരമാണെന്ന് യെരൂശലേമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. യെഹെസ്കേൽ 5-5 വാക്യത്തിൽ ഇത് യെരൂശലേം ആകുന്നു, ഞാൻ അതിനെ ജാതിയുടെ മധ്യേ വച്ചിരിക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥം? ഇസ്രയേലിനെ കുത്തി വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നിരന്തരം മിസൈൽ അയച്ച് ഇസ്രയേലിനെ നാശമാക്കുവാൻ ശ്രമിക്കുന്ന, ഇസ്രയേലിനെ ഇല്ലായ്മയാക്കുവാൻ ശ്രമിക്കുന്ന 22 രാജ്യങ്ങളിൽ പരമായി മഹമ്മദീയ രാജ്യങ്ങൾ ചുറ്റും നിന്ന് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇത് യെരൂശലേമാകുന്നു, ഞാൻ അതിനെ ജാതിയുടെ മധ്യേ വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ജാതികളുടെ നടുവിൽ ഇവയുണ്ട്. സ്തോത്രം. അവിടെ എങ്കിലും യെശയ്യാപ്രവചനം 31-ാം അധ്യായം 5-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ പക്ഷി ചുറ്റിപ്പുറന്ന് കാക്കുന്നത് പോലെ ദൈവ ഇസ്രായേൽ തീമെതിലായിരിക്കുന്നു എന്ന് വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ അവസാനമായ ഒരു ഭയങ്കരമായ ഭൂകമ്പവും ഒപ്പം യുദ്ധത്തോടുകൂടെ ഈ 3-ാം ലോക മഹായുദ്ധം എന്ന് പറയാവുന്ന അന്തിമ യുദ്ധം അവസാനിക്കും. ആ അവസാനിക്കുന്ന സമയം കർത്താവ് മേഘാരൂഢനായി വരുന്ന വരവിനെ കുറിച്ച് 19-ാം അധ്യായത്തിൽ വായിക്കുന്നു. ഹല്ലേലൂയ ഗാനം മുഴക്കിക്കൊണ്ട് ബഹുപുരുഷാരം എന്ന് പറയുന്ന എടുത്തുകൊള്ളപ്പെട്ട കർത്താവിന്റെ സഭയുമായി ഒരുമിച്ച് വരുന്ന വരവാണ്. ആ വരവെങ്കിൽ ഹല്ലേലൂയ ഗാനമഞ്ജരി പ്രതിധ്വനിക്കുമാണ്. സ്വർഗീയ സൈന്യങ്ങളാകുന്ന ദൂതഗണങ്ങളോടൊപ്പം വിശുദ്ധ സഭയും അഥവാ ദൂതതുല്യരായി തീർന്ന സഭയും പാടുന്നു. ആ സന്തോഷത്തിന്റെ ഗാനം 6-ാം വാക്യത്തിൽ വരുമ്പോൾ, അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന് എഴുത്തൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെ ഞാൻ കേട്ടത് ഹല്ലേലൂയ, സർവശക്തിയുടെ നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം വെച്ചിരിക്കുന്നു. യേശു വാസ്തവമായി രാജാതിരാജാവാണ്, കർത്താതി കർത്താവാണ്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 44-ാം വാക്യത്തിൽ ഈ രാജാക്കന്മാരുടെ കാലത്ത്
സ്വർഗത്തിലെ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറൊരു ജാതിക്കും ഏൽപ്പിക്കപ്പെടുകയില്ല. ഈ രാജ്യത്വങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുന്ന ഒരു ദൈവരാജ്യം സ്ഥാപിക്കുകയും ചെയ്യും. ഇതാണ് ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം. അതിന്റെ 2-ാം അധ്യായം 21-ാം വാക്യം, അതായത് നെബൂഖദ്നേസർ രാജാവ് പഞ്ചലോക നിർമ്മിതമാകുന്ന ഒരു വിഗ്രഹത്തെ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും താമ്രം കൊണ്ടും ഇരുമ്പ് കൊണ്ടും കളിമണ്ണ് കൊണ്ടും പണിതിരിക്കുന്ന ഒരു വലിയ ബിംബത്തെ കാണിച്ചുകൊണ്ട് അതിന്റെ അർത്ഥം ദാനിയേൽ പ്രവാചകൻ വ്യാഖ്യാനിക്കുന്നു. ഒരു രാഷ്ട്രീയ സ്കെയിലാണ്. ആ കാലഘട്ടത്തിൽ ഇന്നത്തെ രാജഭരണവും ജനാധിപത്യവും ഏകാധിപത്യവും സ്വേച്ഛാധിപത്യവും എല്ലാം അവസാനിക്കുന്ന ഒരു സമയത്തേക്ക് ലോകഭരണം വരുമെന്നും അവയെക്കുറിച്ച് ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 21-ാം വാക്യത്തിൽ വായിക്കുന്നു. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പറഞ്ഞ് ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ വായിക്കുന്നു. പിന്നെ രാജത്വവും ആധിപത്യവും ആകാശത്തിന് കീഴിൽ എല്ലായിടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും. അവിടെ വായിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ എന്നൊരു പദപ്രയോഗത്തോടു കൂടെയാണ്. ആഫ്റ്റർ ദിസ് തിങ്, ഇവയ്ക്ക് ശേഷം, അതിനുശേഷം, പിന്നെ, അതാണ് അതിന്റെ അർത്ഥം. പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴിൽ എല്ലായിടമുള്ള രാജ്യങ്ങളുടെ മഹത്വവും ആകാശത്തിന് കീഴിലുള്ള എല്ലാ ലോക രാജ്യങ്ങളുടെ മഹത്വത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ട് യേശു രാജാതി രാജാവായി വാഴുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചോട് പറഞ്ഞിരിക്കുന്നു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാകുന്നു. അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും. അതായത് അധികാരികൾ ഭരണം ദുർവിനിയോഗം ചെയ്യുമ്പോൾ, അവിടെ ഭരണം കിരാതമാകുമ്പോൾ, ഈ പ്രപഞ്ചത്തിന് തന്നെ സൃഷ്ടികർത്താവായ മഹാദൈവം തന്റെ അധികാരം ഏറ്റെടുക്കും. ഈ ഭൂതലത്തിലെ ഭരണം ഏറ്റെടുക്കും. തന്റെ ഏകജാതനായ ജയാളിയായ വിജയശ്രീ ലാളിതനായ യേശുക്രിസ്തുവിനെ രാജാതി രാജാവായി ഭരിക്കുവാനായി സ്വർഗത്തിൽ നിന്ന് അഭിഷേകം ചെയ്യപ്പെട്ട ഒരു അഭിഷേകത്തിന്റെ ചടങ്ങും അധികാരം ഏൽപ്പിക്കുന്ന ചടങ്ങുമാണ് 19-ാം അധ്യായത്തിൽ വായിച്ചത്. ആ അധികാരത്തിന്റെ ചടങ്ങിൽ ദൈവദൂതന്മാരും വിശുദ്ധന്മാരും ഒരുമിച്ച് ചേർന്ന് കൊടിയ മുഴക്കത്തോടുകൂടെ പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ, തകർത്ത ഇടിമുഴക്കം പോലെ പ്രപഞ്ചത്തെ തന്നെ പ്രകമ്പനം കൊള്ളിക്കുന്ന സ്വർഗീയ ഗാനങ്ങൾ ആലപിക്കുന്നു. ഹല്ലേലൂയ, നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. ആ രാജ്യത്വം ഏറ്റ കർത്താവ് തന്റെ വിശുദ്ധന്മാരെയും കൊണ്ട് ഭൂമിയിൽ ഭരിക്കുവാൻ വരുന്ന ഭരണം വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം 11-ാം വാക്യം മുതൽ വായിക്കുന്നു. അവിടെ ഇപ്രകാരമാണ്: സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അതിവിസ്തൃതമായ സ്വർഗം തന്നെ തുറന്ന് സകല വിശുദ്ധന്മാരുമായി കർത്താവ് വരുന്ന പ്രത്യക്ഷത്തെ കുറിച്ച് പറയുന്നു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അത് ശക്തിയുടെയും പവിത്രതയുടെയും സമാധാനത്തിന്റെയും പ്രതീകമായി ഒരു വെള്ളക്കുതിരപ്പുറത്ത് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നു. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. വിശ്വസ്തനും സത്യവാനുമായി ഭരണം നടത്തുവാൻ വരികയാണ്. അവൻ നീതിയോടുകൂടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന് കണ്ട അഗ്നിജ്വാല, തലയിൽ അനേക രാജമുടികൾ. അനേക രാജമുടികൾ എന്ന് പറഞ്ഞാൽ അനേക രാജകിരീടങ്ങൾ. ഒരു തലയിൽ എങ്ങനെയാണ് അനേക രാജകിരീടങ്ങൾ ചൂടുന്നത്? യേശുക്രിസ്തു സകല രാജാക്കന്മാർക്കും മീതെ അത്യുന്നതനായ രാജാവാണ്, മഹാരാജാവാണ്. ആ രാജാവിന് പിതാവായ ദൈവം ഡിസൈൻ ചെയ്തു കൊടുത്ത രാജാക്കന്മാരുടെ രാജാവെന്ന് വിശേഷിപ്പിക്കാവുന്ന രക്തം കൊണ്ട് അലങ്കൃതമായ അതിമനോഹരമായ ഒരു കിരീടം യേശുവിന് തലയിൽ വെച്ചു. യേശു രക്ഷകനായി ഭൂമിയിൽ വന്നപ്പോൾ ഈ ഭൂതലത്തിലെ അധികാരികൾ കൊടുത്തത് മുൾക്കിരീടമായിരുന്നു. മുൾക്കിരീടധാരിയായ ക്രിസ്തു പൊൻകിരീടധാരിയായി
ഇതാ സ്വർഗം തുറന്ന് ഭൂമിയിലേക്ക് വരികയാണ്. സ്വർഗം തുറന്ന് ഭൂമിയിലേക്ക് വരുമ്പോൾ തന്റെ മഹത്വത്തിന്റെ സവിശേഷത രക്തം തളിച്ച അങ്കി അഥവാ രക്തത്തിൽ മുക്കിയ അങ്കി കൂടെ ധരിച്ചിട്ടുണ്ട് എന്നത് പ്രതീകാത്മയോട് പറഞ്ഞിരിക്കുമ്പോൾ ഭൂതലത്തെ മുഴുവനും വാഴുവാൻ തക്കവണ്ണം സകല മാനവരാശിക്കും രക്ഷകനായി തന്റെ ജീവരക്തം അവസാനത്തുള്ളി രക്തം വരെയും ഒഴിച്ച അനുഭവത്തെയാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. അടുത്ത് വായിക്കുന്നു, അവരോടൊപ്പം വെളിപ്പാട് പുസ്തകം 19:14 വാക്യം, സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രമായി വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. എന്താണത്? ഇത് പഴയ നിയമത്തിൽ പറയുന്ന സ്വർഗത്തിലെ സൈന്യം എന്ന് പറയുന്ന അസൽ ദൂതന്മാരെ അല്ല, ഭൂതലത്തിലെ മണ്ണിന്റെ പുത്രന്മാരെ സ്വർഗീയ പൗരത്വത്തിന് വാഗ്ദത്തം കൊടുത്തതുപോലെ കർത്താവ് താൻ ഗംഭീര നാദം മുഴക്കി തന്റെ വിശുദ്ധന്മാരെ, രക്തത്താൽ വീണ്ടെടുത്ത വിശുദ്ധന്മാരെ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ട് സ്വർഗത്തിലെ സൈന്യമാക്കി തീർത്തു. ഭൂമിയിൽ ക്രിസ്തുവിനോടൊപ്പം 1000 ആണ്ട് വാഴുന്നതിന് വേണ്ടിയുള്ള അധികാരങ്ങൾ, പദവികൾ, ഏത് രാജ്യത്ത് എവിടെ വാഴണം, ഏത് അധികാരത്തിൽ അവർ വാഴണം, അങ്ങനെ അധികാരികളാക്കി തീർക്കുക. യെശയ്യാപ്രവചനം 32-ാം അധ്യായത്തിന് 1-ാം വാക്യം വായിക്കുന്നു, ഒരു രാജാവ് നീതിയോടുകൂടെ വാഴും, അവന്റെ വിശുദ്ധന്മാർ പ്രഭുക്കന്മാരായി ഭരണം നടത്തും എന്ന് പറഞ്ഞാൽ, പ്രഭുക്കന്മാർ എന്ന് ബൈബിൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് മാനുഷിക പരിഗണനയിലുള്ളതായ പ്രഭുക്കന്മാരെയല്ല, സ്വർഗത്തിലെ ശ്രേഷ്ഠ ദൂതന്മാരെയാണ് പ്രഭുക്കന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ പ്രഭുക്കന്മാരെ പോലെ ശക്തിമാന്മാരായി, ബലവാന്മാരായി, അദ്രവത്വമുള്ളവരായി, സ്വർഗീയ പൗരത്വം ലഭിച്ചവരായി, ഒരു സൈന്യമായി ഈ ഭൂമിയെ വാഴുവാൻ വരുന്ന വരവാണ്. അവതാണ് 14-ാം വാക്യം വായിച്ചു, സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിര പുറത്തു കയറി അവനെ അനുഗമിച്ചു. അടുത്ത് വായിക്കുന്നു, ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. ഇരുവായത്തുള്ള വാള്, കർത്താവിന്റെ ബലനമാകുന്ന വാൾ പുറപ്പെടുന്നു. അവിടെ മിന്നൽ പിണരുകൾ പോലെ സൃഷ്ടിപ്പുളവാക്കുന്നതായ ശബ്ദമാണ് കർത്താവിന്റെ ശബ്ദം. പ്രിയമുള്ളവരെ, ഇസ്രായേലിന്റെ അതിശ്രേഷ്ഠ 2 പർവ്വതമാണ്, ഒന്ന് സിയോൻ പർവ്വതം, മറ്റൊന്ന് ഒലിവ് മല, മൗണ്ട് ഓഫ് ഒലിവ് എന്ന് പറയും. അപ്പോൾ ഒലിവ് മലയെന്നും ഒലിവ് പർവ്വതമെന്നും പറയുന്നുണ്ട്. ഈ 2 പർവ്വതത്തിന്റെയും ഇടയ്ക്കുള്ള താഴ്വരയാണ് കിദ്രോൻ താഴ്വര. കിദ്രോൻ താഴ്വരയുടെ ഒരു ഭാഗം തുടങ്ങുന്നത് ഒലിവ് മലയുടെ എൻഡാണ്. കിദ്രോൻ തോട് കഴിഞ്ഞ് ഒരു മതിൽക്കൊട്ടോടുകൂടെ ഒലിവ് മല ഇങ്ങനെ ഉയരത്തിൽ കിടക്കുക. ആ ഒലിവ് മലയുടെ ഏറ്റവും താഴ്വരയിലെ ഒരു ഭാഗമാണ്, അതിന്റെ എൻഡാണ്, തുടക്ക ഭാഗമാണ് ഗെത്സമനെ തോട്ടം. ആ ഗെത്സമനെ തോട്ടത്തിലാണ് കർത്താവ് പലപ്പോഴും പ്രാർത്ഥനയിലും ധ്യാനത്തിലും സമയം ചെലവഴിച്ചത്. അത് കഴിയുമ്പോൾ ഒലിവ് മലയുടെ മുകൾ ഭാഗത്തിന്റെ ഏകദേശം മധ്യഭാഗത്തേക്ക് വരുന്ന ഒരു ഭാഗമാണ് ശിഷ്യന്മാരെ ഇവണ്ണം പ്രാർത്ഥിപ്പേൻ എന്ന് പറഞ്ഞ പ്രാർത്ഥനയുടെ പാറ്റേൺ കൊടുത്ത, പ്രാർത്ഥന പഠിപ്പിച്ച ഒരു സ്ഥലം. ആ പ്രാർത്ഥനയുടെ 158 ഭാഷയിലെ സൈൻ ബോർഡുകൾ വിവിധ ഭാഷകൾ അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നത്തേതിൽ വെട്ടി നിരത്തി മതിൽക്കെട്ട് പോലെ പണിതും അവിടെ നല്ല ആരാധന പള്ളികൾ പണിതും അവിടെ ഈ സൈൻ ബോർഡുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിന്റെ പല സ്റ്റെപ്പുകൾ കടന്ന് ഏറ്റവും മുകളിലെ ഭാഗമാണ് യേശു സ്വർഗാരോഹണം ചെയ്ത സ്ഥലം. ആ സ്വർഗാരോഹണം ചെയ്ത സ്ഥലം. അപ്പൊ ഒലിവ് മലയുടെ മുകളിൽ നിന്ന് താഴ്വരയിലേക്ക് വരുമ്പോൾ ഒരു വശം ലക്ഷക്കണക്കിന് പുരാതന യഹൂദന്മാരുടെ പിതാക്കന്മാരുടെ ശവക്കല്ലറകളാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ശവക്കല്ലറയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ശവക്കല്ലറയിൽ പിതാക്കന്മാരുടെ ശരീരം വിശ്രമിക്കുമ്പോൾ, ദ്രവത്വം കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഒരു വിശ്വാസമുണ്ട്, ഭാവിയിൽ അവരുടെ സംരക്ഷകനായി, അവരെ വാഴുവാൻ വരുന്ന, രാജാവായി വരുന്ന, രക്ഷകനായി വരുന്ന മസിഹ രാജാവായി വരുമ്പോൾ ഈ പിതാക്കന്മാർ ഉയർത്തെഴുന്നേറ്റ് ആ മസിഹയോട് കൂടെ വാഴും എന്നൊരു വിശ്വാസം അവർ ഭരിക്കുന്നുണ്ട്. അങ്ങനെ ഒലിവ് മല കഴിഞ്ഞ് കിദ്രോൻ തോടും കഴിഞ്ഞ് ആ കിദ്രോൻ താഴ്വര എന്ന വിശാലമായ താഴ്വര, അത് അർമ്മഗത്തോൻ താഴ്വര എന്നും യഹോവാശാപ താഴ്വര എന്നൊക്കെ പേരുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ഒരു വലിയ പർവ്വതം കയറുന്നു. അതാണ് സിയോൻ പർവ്വതം. സിയോൻ പർവ്വതത്തിന് താഴ്വരയിൽ മതിൽക്കെട്ടുണ്ട്. അതിന് പഴയ യെരുശലേം അല്ലെങ്കിൽ ടെമ്പിൾ മൗണ്ട് എന്നും പറയുന്നത് ഇതിനെയാണ്. ഈ മലയുടെ ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത്
സിയോൻ പർവ്വതത്തിന്റെ ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത് മോറിയ മലയാണ്. മോറിയ മലയിലാണ് ഇസ്ഹാക്കിനെ യാഗം അർപ്പിച്ചത്. ദാവീദിന്റെ മകനായ ശലോമോൻ അതിമനോഹരമായ ദൈവാലയം പണിതത്. ആ ആലയം ഏറെ കാലങ്ങൾക്ക് ശേഷം പല രാജാക്കന്മാർ മാറി മാറി വന്നപ്പോൾ ശത്രു രാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണത്താൽ പല മാറ്റങ്ങൾ വന്നു. അതിന് പിന്നെ ഹെരോദ രാജാവിനാൽ പുതുക്കിപ്പണിത അതിമനോഹരമായ ഒരു ദൈവാലയമായിരുന്നു യേശു ക്രിസ്തുവിന്റെ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. ആ പള്ളിക്ക് മുകളിലോട്ട് കയറുമ്പോൾ ഏകദേശം മധ്യഭാഗത്താണ് പരിശുദ്ധാത്മ കൊടിയ മുഴക്കത്തോടുകൂടെ 120 പേരടങ്ങുന്ന സംഘത്തിലേക്ക് അഗ്നി അഭിഷേകമായി ഇറങ്ങി വന്നു. ആ സ്ഥലവും അന്നാണ് ഇവിടെ 3 നില കെട്ടിടവും ഇന്നുമുണ്ട്. അതൊരു പള്ളിയാണ്. അവിടെ പരിശുദ്ധാത്മ കൊടിയ മുഴക്കത്തോട് വന്നു. യേശുവിന്റെ ശിഷ്യന്മാരും യേശുവിന്റെ അമ്മയായ മറിയയും സഹോദരങ്ങളൊക്കെ ഉൾപ്പെടെ അതിനകത്തുണ്ട്. 120 അഗ്നി അഭിഷേകത്തിൽ അവർ ആകർഷകരായി. അവർ ആത്മനിറവിൽ ദൈവത്തിന് വൻ കാര്യങ്ങളെ അന്യഭാഷയിൽ വിളിച്ച് പറയുവാൻ തുടങ്ങി. വെളിപ്പാടും ദർശനവും കാണുവാൻ തുടങ്ങി, പ്രവചിക്കുവാൻ തുടങ്ങി. ബൈബിൾ പുതിയ നിയമം പറയുന്ന എല്ലാ കൃപാവരങ്ങളുടെയും ഉത്ഭവം ആ സിയോൻ പർവ്വതത്തിന്റെ മധ്യഭാഗമാകുന്ന മാർക്കോസിന്റെ മാളിക മുറിയിൽ നിന്നായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും മുകളിലോട്ട് പോകുമ്പോൾ ദാവീദിന്റെ പട്ടണമെന്ന് പറയപ്പെടുന്ന, ദാവീദിന്റെ നഗരമെന്ന് പറയപ്പെടുന്ന, ദാവീദിന്റെ സിംഹാസനം സ്ഥാപിച്ചിരുന്ന, ദാവീദിന്റെ കൊട്ടാരം സ്ഥാപിച്ചിരുന്ന സ്ഥലമാണ് സിയോൻ പർവ്വതം. ബൈബിൾ പറയുന്നു, ഈ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് അതിമനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാകുന്നു. അതെ, പ്രകൃതമായി ദൈവം സൃഷ്ടിച്ച ഈ ഭൂതലത്തെ സൃഷ്ടിപ്പിൽ തന്നെ അതിമനോഹരമായി ഡിസൈൻ ചെയ്തതുപോലെയാണ് ഈ സിയോൻ പർവ്വതത്തെ കാണുവാൻ കഴിയുന്നത്. ഇതാ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രമായ മശിയ ഈ രാജ കൊട്ടാരത്തിൽ ദാവീദൻ സിംഹാസനത്തിൽ ഇരുന്ന് ഭരണം നടത്തുമെന്ന് അവർ വിശ്വസിക്കുന്നു. അങ്ങനെ ആകുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വസിച്ച, നമ്മൾ അംഗീകരിച്ച നമ്മുടെ കർത്താവിന്റെ ഈശോമായ യേശു തന്നെയാണ് സാക്ഷാൽ മശിയ. അവൻ മേഘാരൂഢനായി വരുന്നു. ഇസ്രായേൽ ജനത്തിന്റെ രക്ഷകനായി വരുന്നു. ഇസ്രായേൽ ജനം മുഴുവനും മാനസാന്തരപ്പെടുന്നു. അതോടുകൂടെ അവരെ പൊതിഞ്ഞിരുന്ന, യുദ്ധത്താൽ ആക്രമിച്ചുകൊണ്ടിരുന്ന സകല രാജ്യങ്ങളും അവിടെ പിന്മാറിപ്പോവുകയാണ്. യുദ്ധം അവിടെ അവസാനിക്കുന്നു. യുദ്ധങ്ങളെ നൃത്തം ചെയ്യുന്നു. അവിടെ മുതൽ ഒരു ശുദ്ധീകരണത്തോടുകൂടെ യേശു രാജാവായി ഭരണം ആരംഭിക്കുവാൻ പോകുന്നു. അവൻ രാജാവായി ഭരണം ആരംഭിക്കുമ്പോൾ ബൈബിൾ വാക്യം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ. ആകാശത്തിന് കീഴിലുള്ള എല്ലാ രാജ്യങ്ങളുടെ മഹത്വത്തിന് മേലും അത്യുന്നതനായ ദൈവത്തിന് വിശുദ്ധന്മാർ, രാജാക്കന്മാരും പുരോഹിതന്മാരുമായി ഭരണം നടത്തും. അതാണ് 1000 ആണ്ട് വാഴ്ച. 1000 ആണ്ട് വാഴ്ച എന്ന് പറയുമ്പോൾ അവയെക്കുറിച്ചുള്ള വിശദീകരണം ധാരാളം ഉണ്ടെങ്കിലും അല്പസമയത്തിനകത്ത് വിശദീകരിക്കാൻ കഴിയില്ല. എങ്കിലും ബൈബിൾ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഇവയെക്കുറിച്ചും വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലും 20-ാം അധ്യായത്തിലുമാണ്. 20-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ അവിടെ വായിക്കുമ്പോൾ 1000 ആണ്ടയ്ക്ക് ശത്രുവായ കോരനായ പിശാചിനെ ബന്ധിച്ച് മുദ്രയിടുകയാണ്. അതായത് അഗാധകൂപം എന്ന് പറയുന്ന പാതാള സ്ഥലങ്ങളിൽ, നരക സ്ഥലങ്ങളിൽ ഒന്നായ അടിയില്ലാ കുഴി എന്ന് പറയുന്ന ബോട്ടംലെസ് പിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന അഗാധ കൂപത്തിലേക്ക് 1000 വർഷത്തേക്ക് പഴയ പാമ്പായ സാത്താനെ ബന്ധിക്കും. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 20-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയോളം അവന് അവിടെ നിന്ന് പുറത്തു വരുവാൻ കഴിയുകയില്ല. വീണ്ടും മഹാപീഠ കാലഘട്ടത്തിൽ എതിർക്രിസ്തു എന്ന മൃഗമന്ത ഭീകരണ ഭരണാധികാരിയുടെ ആ വാഴ്ച കാലഘട്ടം വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര ഏറ്റവർ മരണത്തോടുകൂടെ ഈ ഭൂമിയിൽ എന്നേക്കുമായി മാറുകയാണ്. അതായത് അവരെ അടക്കം ചെയ്യുന്നു. അവർക്കൊരു ഉയർപ്പുണ്ടാകുന്നില്ല. നെറ്റിമേലും കൈമേലും ഈ ഭീകര ഭരണാധികാരിയായവന്റെ 666 അതിന്റെ മുദ്രയോ പേരോ കൈക്കൊള്ളാതിരുന്നവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. അപ്പോൾ വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പിൽ മഹാപീഠ കാലഘട്ടത്തിൽ മുദ്ര ഏൽക്കാതെ വിശുദ്ധിക്ക് വേണ്ടി രക്തസാക്ഷികളായി തീർന്നവരും ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറയുന്നു. അവർ 1000 ആണ്ട് വാഴും. അടുത്തതായി വായിക്കുന്നത്
1000 ആണ്ട് കഴിയുവോളം മറ്റുള്ളവർ ജീവിച്ചില്ല. വീണ്ടും താഴോട്ട് വായിക്കുന്നു, അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടി 1000 ആണ്ട് വാണു. നമ്മുടെ വാഴ്ചകാലം 7-ാം വാക്യത്തിൽ വീണ്ടും ആവർത്തിക്കുന്നു, 1000 ആണ്ട് കഴിയുവോളം. 1000 ആണ്ട് കഴിയുമ്പോഴോ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു കാര്യം മനസ്സിലാക്കുക. കർത്താവ് യേശു ക്രിസ്തു രാജാവായി ഭരണകർത്താവായി ഭരണം ഏറ്റെടുക്കുന്നു. അതേസമയം പ്രതികൂല ശക്തിയായിരിക്കുന്ന ലൂസിഫറിനെയും ശക്തിയെയും പാതാളത്തിൽ ബന്ധിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഭരണത്തിൽ അവനോടുകൂടെ സകല വിശുദ്ധന്മാരുമായ നമ്മൾ അന്ന് ഭരണം നടത്തും. ബൈബിൾ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ വാഗ്ദത്തമാണ്. ഒരു കാര്യം ഓർപ്പിക്കുക, യേശുവിന്റെ ശിഷ്യന്മാർ കർത്താവിന് മുഖത്തേക്ക് നോക്കി ഒലൂമലയുടെ മുകളിലെ ആ സ്വർഗാരോപണം ചെയ്ത സ്ഥലത്ത് വെച്ച് അവസാനമായി ചോദിക്കുകയാണ്, കർത്താവേ, ഈ കാലഘട്ടത്തിലാണോ നീ രാജ്യം യഥാസ്ഥാനത്താക്കി തരുന്നത്? ഞങ്ങൾ ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായാധിപന്മാരായി വാഴും, രാജാക്കന്മാരായി വാഴുമെന്ന് നീ വാഗ്ദത്തം നൽകിയിട്ടുണ്ടല്ലോ, പറയുക, അതിന് സമയമായോ? അപ്പോൾ അതിന്റെ അർത്ഥവത്തായ ഒരു കാര്യമാണ് പിന്നത്തേതിൽ സംഭവിക്കുന്ന, ഈ ഭാവി നാളുകൾ സംഭവിക്കുന്ന രാജവാഴ്ച. അങ്ങനെ കർത്താവ് യെരൂശലേം രാജാവാക്കിക്കൊണ്ട് ലോകരാജ്യങ്ങളെ മുഴുവനെയും വാഴുന്ന മഹാരാജാവായി, മഹാചക്രവർത്തിയായി വാഴുമ്പോൾ അവന്റെ വിശുദ്ധന്മാരായി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരായ നമ്മളും രാജാക്കന്മാരും പുരോഹിതന്മാരുമായി ഇവിടെ ഭരണം നടത്തും. അത് വിശ്വാസയോഗ്യമായ ബൈബിളിലെ കാര്യമാണ്. നമുക്ക് കർത്താവിന്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടണമെന്നുള്ളതും അതിനുശേഷം ഈ ഭൂമിയിൽ 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു രാജവാഴ്ച ഉണ്ടെന്നുള്ളതും മഹാസത്യമാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു, അത് ഞങ്ങളുടെ ഏറ്റുപറയുന്നു. കേൾക്കുന്നവർക്ക് ഇത് അനുഗ്രഹമായി തീരട്ടെ. നീതിയും ന്യായവും സമാധാനവും സിംഹാസനത്തിന്റെ അടിസ്ഥാനമാക്കിക്കൊണ്ട് യേശു ഭരണം നടത്തേണ്ട ആ വാഴ്ച കാലഘട്ടമാണ് 1000 ആണ്ട് നീണ്ടു നിൽക്കുന്ന സഹസ്രാബ്ദ യുഗം. അത് മസിഹ രാജ്യമാണ്. ദൈവം രാജാവായി ഭരിക്കുന്ന രാജ്യമാണ് ദൈവരാജ്യം. ആ ദൈവരാജ്യത്തെ കുറിച്ച് കർത്താവ് നിരന്തരമായി ബൈബിളിൽ പ്രവചനമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിനിടയിൽ 40 ദിവസത്തോളം ശിഷ്യന്മാരുമായി താൻ പ്രത്യക്ഷപ്പെട്ട 500-ലധികം പേർക്ക് ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെയും പറഞ്ഞ കാര്യം, ഇതാ ഞാൻ ജീവിച്ചിരിക്കുന്നു, ഭൂമിയിൽ ഭരണാധികാരിയായി രാജാവായി വാഴുവാനുള്ളവൻ ഞാനാകുന്നവൻ ഞാൻ തന്നെ. ഞാനിതാ മരണപാതാളത്തെ ജയിച്ച് എന്നേക്കുമായി ജീവിച്ചിരിക്കുന്നു. ഞാൻ ഇസ്രായേലിൽ രാജസിംഹാസനം സ്ഥാപിച്ചു വാഴും. അന്ന് നിങ്ങളും എന്നോടൊപ്പം ഉണ്ടായിരിക്കും. അതേ പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ കിടകിട വിറപ്പിച്ച അനേക രാജാക്കന്മാർ, ചക്രവർത്തിമാർ ഭരിച്ചു. ഇന്നും ഭരണകർത്താക്കളുണ്ട്, ഏകാധിപതികളുണ്ട്, സ്വേച്ഛാധിപതികളുണ്ട്. അവിടെ വാഴ്ചകൾ മനുഷ്യന് ദുസ്സഹമായി തീരുമ്പോൾ, അത് അരാജകമായി തീരുമ്പോൾ, അവിടെ ഭരണം ദുർവിനിയോഗം ചെയ്യുമ്പോൾ, എല്ലാറ്റിന്റെയും കാരണഭൂതനായ സ്വർഗത്തെയും സ്വർഗാതിസ്വർഗത്തെയും സൃഷ്ടിച്ച് സ്വർഗത്തിൽ വാണരുളുന്നവനായ മഹാദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് രാജാതിരാജാവായി വാഴിക്കും. അതാണ് മഹത്വ സുന്ദരമാർന്ന ഒരു ദൈവാധിപത്യ ഭരണം. ഈ ഭരണം 7 വർഷം നീണ്ടു നിൽക്കുന്ന മഹാപീഡനം കഴിയുമ്പോൾ, മഹായുദ്ധങ്ങൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ലോകമഹായുദ്ധം എന്ന് പറയുന്ന യുദ്ധം കഴിയുമ്പോൾ, വീണ്ടും പറയാം അർമഗദോൻ യുദ്ധം എന്ന് പറയുന്ന യുദ്ധം കഴിയുമ്പോൾ ഭൂമിയിൽ സ്ഥാപിതമാകുന്ന രാജ്യമാണ് ദൈവരാജ്യം. ആ ദൈവരാജ്യം 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഭരണമായിരിക്കും. അത് കഴിയുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പല 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 കാര്യങ്ങൾ നിത്യതയുള്ള ബന്ധത്തിൽ വേറെയുമുണ്ട്. ഞാൻ ഇത്രയും ഇവിടെ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.